ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന സർവീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. സുപ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാമാർഗമായി മാറിയിരിക്കുകയാണിപ്പോൾ വന്ദേ ഭാരത്. ശതാബ്ദി എക്സ്പ്രസിന് സമാനമായി ഒരു ദിവസത്തിൽ താഴെ ദൂരമുള്ള പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പകൽ മാത്രമുള്ള സർവീസുകളാണ് വന്ദേ ഭാരത് ഉപയോഗിച്ച് നടത്തുന്നത്. നിലവിൽ 136 വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് ഇന്ത്യയിലാകെ സർവീസ് നടത്തുന്നത്. എന്നാൽ ഈ സർവീസുകളൊക്കെ ലാഭത്തിലാണോ എന്ന സംശയം പലരിലുമുണ്ട്. ആ സംശയത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 2025 ജനുവരി വരെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ ചെയർ കാറുകളുള്ള 136 വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ നടത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. ഈ ട്രെയിനുകളിലെ മൊത്തം ഒക്യുപ്പൻസി ഏകദേശം 100% മന്ത്രി പറഞ്ഞു. വന്ദേ ഭാരത് സർവീസുകൾ ഉൾപ്പെടെയുള്ള പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ ചാർട്ട് ചെയ്ത ടൈം ടേബിളുകൾ മറ്റ് സർവീസുകളെ തടസ്സപ്പെടുത്താതെയും പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2024-2025 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 2.14 കോടി യാത്രക്കാർ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഈ കാലയളവിൽ മൊത്തം ഒക്യുപ്പൻസി 100% മന്ത്രി അറിയിച്ചു. യാത്രക്കാർക്ക് മികച്ച അനുഭവവും മെച്ചപ്പെട്ട സുരക്ഷയും നൽകുന്നതിനായാണ് വന്ദേ ഭാരത് സേവനങ്ങൾ അവതരിപ്പിച്ചത്. ചെയർകാർ മാതൃകയിൽ പുറത്തിറങ്ങിയ ട്രെയിൻ ഹിറ്റായതോടെ സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിക്കാനും റെയിൽവേ പദ്ധതിയിട്ടിരുന്നു. ഈ വർഷം ഡിസംബറോടെ ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചത്. വന്ദേ ഭാരതിന് ഫെബ്രുവരിയിൽ 6 വയസ്സ് തികയെ കൂടിയാണ്. 2019 ഫെബ്രുവരിയിലാണ് ഇന്ത്യയിൽ ആദ്യ വന്ദേ ഭാരത് വണ്ടി ഓടിച്ചത്. ഡൽഹി വാരണസി റൂട്ടിൽ നിലവിൽ 78 വന്ദേ ഭാരത് വണ്ടികൾ രാജ്യത്തോടുന്നുണ്ട്. പകൽ വണ്ടികളുടെ കൂട്ടത്തിൽ ചെറിയ കാലം കൊണ്ട് ഇവ പേരെടുക്കുകയും ചെയ്തു. വന്ദേ ഭാരത് സ്ലീപ്പർ രാത്രി വണ്ടിയായി ഈ വർഷം ഇറങ്ങും. ഏറെ പ്രത്യേകതകളുമായി കശ്മീരിൽ വന്ദേ ഭാരത് ഇറങ്ങിയിട്ടുമുണ്ട്. വന്ദേ ശ്രേണിയിൽ 2025-2026 രാജ്യത്ത് 200 വന്ദേ ഭാരത്, 50 വന്ദേ സ്ലീപ്പർ, 100 അമൃത് ഭാരത് വണ്ടികളും പുറത്തിറങ്ങും. ആദ്യ 2 വന്ദേ ഭാരത് 2019 പുറത്തിറങ്ങി. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ അന്നത്തെ ജനറൽ മാനേജർ സുധാംശു മണിയായിരുന്നു നേതൃത്വം നൽകിയത്. 2022 ICF വ്യാപകമായ ട്രെയിൻ സെറ്റുകൾ നിർമ്മിച്ചു. ഭാവിയുടെ പ്രതീക്ഷയായ വന്ദേ സ്ലീപ്പർ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത്. ഓട്ടത്തിലും ജനപ്രീതിയിലും കേരളത്തിലോടുന്ന 2 വന്ദേ ഭാരത് ഇന്ത്യയിൽ ഏറ്റവും മുന്നിലാണ്. ഒക്യുപ്പൻസി 200%-നടുത്ത് തുടരുന്ന വണ്ടികളാണിത്. അതിനിടെ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 3042 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കേരളത്തിൽ 32 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുമെന്നും രാജ്യത്ത് 200 വന്ദേ ഭാരത് ട്രെയിനുകളും 50 നമോ ഭാരത് ട്രെയിനുകൾ കൂടി പുതിയതായി അനുവദിക്കുമെന്നും ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. 100 കിലോമീറ്റർ ദൂരപരിധിയിലാവും നമോ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുക. കൂടാതെ 100 അമൃത് ഭാരത് ട്രെയിനുകളും സർവീസ് നടത്തും. സംസ്ഥാനത്ത് 15,742 കോടി രൂപയുടെ വികസനം പുരോഗമിക്കുന്നതായും 32 സ്റ്റേഷനുകൾ നവീകരിക്കുന്നതായും പറഞ്ഞ മന്ത്രി കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ എത്തിക്കുന്നത് പരിഗണനയിലാണെന്നും കൂട്ടിച്ചേർത്തു. റെയിൽവേ സുരക്ഷയ്ക്കായി കൂടുതൽ തുക വിലയിരുത്തും. ബീഹാറിൽ 10,066 കോടി രൂപയും ആന്ധ്രാപ്രദേശിൽ 9,417 കോടിയും ഒഡീഷയിൽ 10,599 കോടി രൂപയുമാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. 2,52,200 കോടി രൂപയാണ് ബജറ്റിൽ റെയിൽവേ വികസനത്തിനായി ആകെ നീക്കിവച്ചത്. 17,500 ജനറൽ കോച്ചുകൾ, 200 വന്ദേ ഭാരത്, 100 അമൃത് ഭാരത് ട്രെയിനുകൾ എന്നിവ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അനുമതിയും നൽകി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.